ഹായ് ഫ്രണ്ട്സ്, ഒരു അടിപൊളി സ്പെഷ്യൽ പാവയ്ക്ക റെസിപ്പിയാണ് നിങ്ങളിവിടെ കാണാൻ പോകുന്നത്. 3 പാവയ്ക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളകും 2 വേപ്പിലയും ഒരു 15 ചുവന്നുള്ളിയും 5-8 വെളുത്തുള്ളിയും 10 ഉണക്കമുളകും ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ കറിയിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല. കടായി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഉണക്കമുളകും ഇട്ട് ഒരു അരമിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ചെറുതായി ഒന്ന് വാടിയ ശേഷം പാവയ്ക്ക അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒട്ടും വെള്ളമൊഴിക്കാതെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചെറിയ തീയിലിട്ട് 10 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് ഇതിനെ വേവിച്ചെടുക്കണം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പാവയ്ക്ക പകുതിയിലധികം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ചിട്ട് വേവിക്കണം. ഇനി ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു നാളികേരത്തിൻ്റെ 1/4 ഭാഗം ചിരകിയതാണ്. കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാം കൂടി നന്നായി വറുത്തെടുക്കണം. എല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട്, വേപ്പിലയും എല്ലാം ചേർന്ന മണം. പാവയ്ക്ക കറി വെക്കാനായിട്ട് എടുക്കുമ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.